ഇതെന്താണെന്നറിയോ, നമ്മുടെ മധുരച്ചേമ്പാണ് കേട്ടോ. ഇതിൻ്റെ കിഴങ്ങിന് ചെറിയൊരു മധുരം ഉണ്ടാവേ. പുഴുങ്ങിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതിൻ്റെ ലീഫും പൂവൊക്കെ കാണാൻ അടിപൊളിയാണ്. നമുക്ക് ഗാർഡൻ പ്ലാന്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഇതിൻ്റെ കിഴങ്ങൊന്ന് കിളച്ചെടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് സമയം കഴിഞ്ഞു പോയി പറിക്കേണ്ടത്. അത് കാരണം കിഴങ്ങൊക്കെ നല്ലോണം ഇങ്ങനെ മൂപ്പ് കഴിഞ്ഞു പോയ പോലെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു കെയറും ഇല്ലാണ്ട് പറമ്പിൽ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല കാട് പോലെ തന്നെ ഉണ്ടായിക്കോളെ. പുഴുങ്ങാനൊക്കെ അടിപൊളിയാണ്. നല്ല മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു കായാണ് കേട്ടോ ഇത്. ഇതിന് നല്ല ഫൈബർ റിച്ച് അടങ്ങിയിട്ടുള്ള ഫലങ്ങളാണ് ഇതിനുള്ളത്. അപ്പം നമുക്ക് എപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് പുഴുങ്ങി കഴിക്കണമെന്ന് തോന്നി കഴിഞ്ഞാൽ ഇതിങ്ങനെ പറിച്ചിട്ട് പുഴുങ്ങി കഴിഞ്ഞാൽ ചെറിയൊരു മധുരം ഉണ്ടാവുക. അതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ കായ ഉണ്ടാവുക. നമ്മുടെ ചേമ്പ് പോലെ തന്നെ ഇരിക്കേ, പക്ഷെ മധുരം ഉണ്ടാവും. അപ്പം ഇത് നിറയെ വേരായിട്ടായിട്ട് ഉണ്ടാവാം. ഇതിൻ്റെ പൂവിനൊരു റെഡ് നിറമായിരിക്കേ. അപ്പോൾ പണ്ടൊക്കെ ഇതെല്ലാ വെള്ളം നിറയെ ഉണ്ടാവും. ഇപ്പം ഇതിങ്ങനെ അന്യം നിന്ന് പോയോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ആ ഒരു സ്ഥലത്ത് തന്നെ ഇതിങ്ങനെ എപ്പോഴും ഉണ്ടാവേ. ഒരു കെയറും ഇല്ലാണ്ട് അതങ്ങനെ തന്നെ മുളച്ചു വരുന്നതാണ്. അപ്പം ഞങ്ങൾ പുഴുങ്ങിയൊന്നുമില്ല, അത് അവിടെ തന്നെ കുഴിച്ചിട്ടു കേട്ടോ. ഇനി അത് നന്നായിട്ട് പിടിക്കട്ടെ.